എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. EVSലെ ദിക്കറിയാം നാടറിയാം എന്ന 7ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപായിട്ട് പേപ്പറും പേനയും എടുത്തു വെക്കണം. ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം ആദ്യം നിങ്ങൾ തന്നെ സ്വന്തമായി കണ്ടെത്തി എഴുതണം. അതിനുശേഷം മാത്രം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ വിലയിരുത്തുക. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം: ഒരിടത്തിൻ്റെ സ്ഥാനം തത്സമയം കൃത്യമായി അറിയാൻ GPS-നെ സഹായിക്കുന്നത് എന്താണ്? അപ്പോൾ GPS എന്താണെന്ന് നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ മുഴുവൻ പേരുമൊക്കെ നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. തത്സമയ സ്ഥാനം കൃത്യമായി അറിയാൻ വേണ്ടിയിട്ടാണ് GPS-നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ GPS ഒക്കെ നമ്മൾ ഇപ്പോൾ ലൈഫിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് അല്ലേ? യെസ്. അപ്പോൾ അത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദ്യം. എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ GPS കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്? നമുക്ക് ഓരോ ഓപ്ഷനും വായിച്ചു നോക്കാം. കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ, മൊബൈൽ ടവറുകളിൽ നിന്നുള്ള റേഡിയേഷൻ, വടക്കു നോക്കി യന്ത്രത്തിൻ്റെ സഹായം, വിമാനങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ആദ്യം നിങ്ങൾ ഉത്തരം എഴുതുക, എന്നിട്ട് നമ്മുടെ ഉത്തരം ഏതാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മുടെ ഉത്തരം? ഓപ്ഷൻ എ, കൃത്രിമോപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലാണ്. അപ്പോൾ ഈ GPS ഉപകരണങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ മനുഷ്യൻ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്രിമോപഗ്രഹങ്ങൾ ഉണ്ടാക്കി ബഹിരാകാശത്തേക്ക് അയക്കുകയും അത് ഭൂമിയെ വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ GPS-ൻ്റെ ആവശ്യത്തിന് വേണ്ടി അയച്ചിട്ടുള്ള കൃത്രിമോപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് GPS-ൻ്റെ സിസ്റ്റം നമ്മുടെ ഫോണുകളിലും വാഹനങ്ങളിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഫോണിലും ഈ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കൃത്യമായ സ്ഥാനം എവിടെയാണുള്ളത്, ഇനി എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള സ്ഥാനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ സാറ്റലൈറ്റ്സിൻ്റെ, ഈ മനുഷ്യനുണ്ടാക്കി അയച്ചിട്ടുള്ള കൃത്രിമോപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അടുത്ത ചോദ്യം: GPS സംവിധാനത്തെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1. ഇതിൻ്റെ പൂർണ്ണരൂപം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ്. 2. തത്സമയ സ്ഥാനവും സമയവും അറിയാൻ ഇത് ഉപഗ്രഹങ്ങളുടെ സഹായം തേടുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ആദ്യത്തേതിൽ ഇതിൻ്റെ പൂർണ്ണ രൂപമാണ് പറഞ്ഞിട്ടുള്ളത്, GPS. അവിടെ ഗ്ലോബലിൻ്റെ G ആണ്, പിന്നെയോ പൊസിഷൻ്റെ P വരുന്നു, പിന്നെ സിസ്റ്റത്തിൻ്റെ S വരുന്നു. അതാണ് GPS. ഓക്കെ അല്ലേ? ആർക്കും സംശയമില്ലല്ലോ? എല്ലാവരും നമ്മൾ പാഠപുസ്തകത്തിൽ തന്നെ പറയുന്ന കാര്യമായതുകൊണ്ട് പഠിച്ചിട്ടുണ്ടാകും. അത് നമുക്കിവിടെ ശരിയിട്ട് വെക്കാം. 2. തത്സമയ സ്ഥാനവും സമയവും അറിയാൻ ഇത് ഉപഗ്രഹങ്ങളുടെ സഹായം തേടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റാണ് അല്ലേ? അപ്പോൾ അതും ശരിയാണ്, നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇവിടെ രണ്ടും ശരിയാണ് അല്ലേ? അപ്പോൾ 1, 2 എന്നിവ ശരിയാണ് എന്നുള്ള ഓപ്ഷൻ ഡി നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം: ഒരു ഭൂപടത്തിലോ പേപ്പറിലോ ദിശകൾ അടയാളപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഭൂപടങ്ങളിൽ ദിശ അടയാളപ്പെടുത്തിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നമുക്ക് കൃത്യമായി പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ പേപ്പറിൽ ആ ദിശ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ 4 ദിക്കുകളാണ് നമുക്ക് അടയാളപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വരച്ചു വെക്കും. എന്നിട്ടോ മുകൾ ഭാഗത്തേക്ക് ഏതായിരിക്കണം എപ്പോഴും വരേണ്ടത്? വടക്കായിരിക്കണം അല്ലേ? അല്ലെങ്കിൽ നോർത്ത്. താഴേക്ക് അപ്പോൾ വടക്കിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? തെക്ക് അല്ലെങ്കിൽ സൗത്ത്. ഇനി വലത്തോട്ട് ഏതാണ്? എപ്പോഴും കിഴക്കാണ് നമ്മൾ എഴുതുന്നത്, ഈസ്റ്റ്. ഇടത്തോട്ട് കിഴക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്നത് ഏതാണ്? പടിഞ്ഞാറ് അല്ലെങ്കിൽ വെസ്റ്റ് എന്ന് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഈ കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ? യെസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യങ്ങൾ. ഒന്നാമത്തത് വായിച്ചു നോക്കാം. പേപ്പറിൻ്റെ മുകൾ വശം തെക്കും താഴ്വശം വടക്കുമായിരിക്കും. അപ്പം അങ്ങനെയാണോ? മുകൾ വശം തെക്കും താഴ്വശം വടക്കുമാണോ? അല്ല, മുകൾ വശം വടക്കും താഴെ ഏതുമാണ്? തെക്കുമാണ്. അപ്പോൾ എ എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ബി,
വലതുവശം കിഴക്കും ഇടതുവശം പടിഞ്ഞാറുമായിരിക്കും. വലതുവശം കിഴക്ക് ശരി, ഇടതുവശം പടിഞ്ഞാറ് അത് ശരിയാണ് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ടിക്കറ്റ് വെക്കാം. സി, പേപ്പറിൻ്റെ മുകൾ വശം വടക്കും താഴ്വശം തെക്കുമായിരിക്കും. മുകളിലേതാണ്? വടക്കാണ്, താഴെ തെക്കാണ്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡിയോ സാധാരണ രീതിയിലുള്ള ഓപ്ഷൻ അല്ല ഇവിടെ നൽകിയിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ ഡി പറയുന്നത് എന്താണ്? ബിയും സിയും ശരിയാണ് എന്നാണ്. ബിയും സിയും ശരിയാണോ? അതെ, അതാണ് ശരി അല്ലേ. അപ്പോൾ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കാരണം നമുക്ക് ഒരു ഉത്തരം മാത്രമേ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഏറ്റവും അനുയോജ്യമായത് ഓപ്ഷൻ ഡി ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചോദ്യം കൂടി അവിടെ പരിചയപ്പെട്ട് വെക്കാം. ഓപ്ഷൻ ഇങ്ങനെ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദിക്കുകൾ കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓരോ പ്രസ്താവനയും വായിക്കാം. ഉദിക്കുന്ന സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോൾ ഇടതുവശത്ത് വടക്ക് ദിക്കായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരാൾ വടക്ക് ദിക്കിലേക്ക് നോക്കി നിൽക്കുന്നു എങ്കിൽ അയാളുടെ വലതു കൈ ഏത് ദിശയിലേക്ക്, ഇടതു കൈ ഏത് ദിശയിലേക്ക്, അങ്ങനെയൊക്കെ ചോദ്യം വരുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ. അത്തരത്തിൽ ചോദ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പഠിച്ച ദിക്കുകൾ ആദ്യം വരച്ചു വെക്കണം. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ഉദിക്കുന്ന സൂര്യന് അഭിമുഖമായിട്ടാണ്. സൂര്യൻ ഉദിക്കുന്ന ദിക്ക് ഏതാണ്? കിഴക്കാണ് അല്ലേ. അപ്പോൾ കിഴക്കോട്ട് നമുക്ക് നോക്കി നിൽക്കുന്ന ഒരു ചിത്രം അവിടെ വരയ്ക്കാം. അപ്പോൾ കിഴക്കിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ വലത് കൈയും ഇടത് കൈയും കൂടി നമുക്ക് അവിടെ വരച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ചോദ്യം നോക്കാം. കിഴക്കോട്ടാണിപ്പോൾ അഭിമുഖമായി നിൽക്കുന്നത്. അവരുടെ വലത് ഭാഗം ഏതാണ്? ഇതാണ് വലത് അല്ലേ, ഇത് ഇടതുമാണ്. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞത് എന്താണ്? ഇടതുവശത്ത് വടക്ക് ദിക്കായിരിക്കും. അപ്പോൾ ഇടതുവശത്തേക്ക് ഏത് ദിക്കാണ്? വടക്കല്ലേ. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയല്ലേ? ആണ്. അവിടെ നമുക്ക് ടിക്കറ്റ് വെക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തത്. അസ്തമയ സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോൾ ഇടതുവശത്ത് കിഴക്ക് ദിക്കായിരിക്കും. അസ്തമയ സൂര്യൻ ഏത് ദിക്കിലാണ്? പടിഞ്ഞാറ് ദിക്കിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് ആരോ ഇട്ട് വെക്കാം. വലത് ഭാഗവും ഇടത് ഭാഗവും അടയാളപ്പെടുത്താം. അപ്പോൾ ഇതാണ് വലത് വരുന്നത്, ഇത് ഇടതാണ്. അസ്തമയ സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോൾ ഇടതുവശത്ത് കിഴക്ക് ദിക്കായിരിക്കും. ഇടതുവശത്ത് കിഴക്കാണോ? അല്ല, തെക്കാണ്. കിഴക്ക് വരുന്നത് പിൻഭാഗത്തേക്കാണ്, എതിർ ദിശയിലേക്കാണ് അല്ലേ. പടിഞ്ഞാറിൻ്റെ എതിർഭാഗത്താണല്ലോ കിഴക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ്? ഇടത് ഭാഗത്ത് വരുന്നത് തെക്കായിരുന്നു, പക്ഷെ ഇവിടെ കിഴക്ക് എന്നാണ് തന്നത്. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? ഒന്ന് മാത്രം ശരി എന്നുള്ള ഓപ്ഷൻ എ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് നിൽക്കുന്ന ആളുടെ ഇടതുഭാഗവും വലതുഭാഗവും അല്ലെങ്കിൽ പിൻഭാഗവും ഒക്കെ ഏത് ദിശയിലേക്കാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിക്കുകൾ അടയാളപ്പെടുത്തുക, അതിൽ നിന്നും നമ്മൾ ഉത്തരം കണ്ടെത്തുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വടക്കു നോക്കി യന്ത്രത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ വടക്കു നോക്കി യന്ത്രം എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? ദിക്കുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അത് ദിക്കുകൾ അറിയാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് അതിലുള്ള എന്താണ്? ഒരു കാന്തിക സൂചി ഉണ്ടാകും. അത് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ കാന്തിക സൂചിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് വടക്കു നോക്കി യന്ത്രത്തിൽ നിന്നും നമ്മൾ ദിക്കുകൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിൽ ശരിയായത് നോക്കാം. ഇതിലെ കാന്തിക സൂചി ഏത് ദിശയിലേക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു ദിശ പറയുന്നത് എപ്പോഴും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിൽക്കുന്നു. ഇവിടെയോ എപ്പോഴും വടക്ക് തെക്ക് ദിശയിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇവിടെയോ എല്ലാ ദിശകളിലേക്കും ഒരുപോലെ തിരിഞ്ഞു നിൽക്കുന്നു. ഇവിടെയോ തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ ഏത് ദിശയിലേക്കാണ് നിൽക്കുന്നത്? നിങ്ങളതിൻ്റെ സൂചി കണ്ടിട്ടില്ലേ? വടക്ക് നോക്കിയ യന്ത്രത്തിൻ്റെ സൂചി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ഭാഗത്ത് പൊതുവെ ചുവപ്പ് കളർ ഉണ്ടാകും. അതേതാണ്? നോർത്താണ്, വടക്ക് ഭാഗത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ എതിർഭാഗം എവിടേക്കായിരിക്കും? സൗത്തിലേക്കാണ്, തെക്ക് ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സൂചി എപ്പോഴും ഏത് ദിശയിൽ തന്നെയാണ് നിൽക്കുന്നത്? വടക്ക് തെക്ക്. അപ്പോൾ അങ്ങനെയൊരു ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. അത് നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം. വടക്ക് നോക്കിയ യന്ത്രത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ഏതാണ് ശരിയായതെന്ന് പരിശോധിക്കാം.
സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പ്രവർത്തിക്കൂ. അപ്പോൾ പകൽ സമയത്ത്, അതായത് സൂര്യപ്രകാശമുള്ള സമയത്ത് മാത്രമാണോ വടക്കു നോക്കി യന്ത്രം പ്രവർത്തിക്കുന്നത്? സൂര്യൻ്റെ ശക്തിയൊക്കെ ഇതിനാവശ്യമുണ്ടോ? സൂര്യൻ്റെ പ്രകാശം ഇതിന് പ്രവർത്തിക്കാൻ ആവശ്യമുണ്ടോ? ഇല്ല. തെറ്റായ കാര്യമാണ് അല്ലേ? അവിടെ നമുക്ക് തെറ്റിടാം. ഇതിലെ കാന്തിക സൂചി എപ്പോഴും കിഴക്ക് ദിക്ക് കാണിക്കുന്നു. വടക്ക് നോക്കി യന്ത്രത്തിലെ കാന്തിക സൂചി എപ്പോഴും കിഴക്ക് ദിക്കാണോ കാണിക്കുന്നത്? അല്ല. ഏത് ദിക്കിലേക്കാണ്? വടക്ക് ദിക്കാണ്. അതുകൊണ്ടാണ് അതിനെ പേര് തന്നെ വടക്ക് നോക്കി യന്ത്രം, വടക്കോട്ട് നോക്കി നിൽക്കുന്ന യന്ത്രം അല്ലേ? അങ്ങനെ ഒരു പേരിട്ടത് തന്നെ. അടുത്തത്, ഇതിലെ കാന്തിക സൂചി എപ്പോഴും വടക്ക് ദിക്ക് കാണിക്കുന്നു. അതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ? ഡി, രാത്രി കാലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല. രാത്രി ഉപയോഗിക്കാതിരിക്കാൻ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കാര്യമില്ല. ഏത് സമയത്തും നമുക്ക് ഈ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കാം. ഏത് സമയത്ത് ഉപയോഗിച്ചാൽ അത് കൃത്യമായിട്ട് വടക്ക് ദിക്കിനെ കാണിച്ചു തരും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അത് നമുക്ക് ശരിയിടാൻ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. വടക്ക് ദിക്ക് കണ്ടെത്താൻ വടക്ക് നോക്കി യന്ത്രം ഉപയോഗിക്കാം. ശരിയായിട്ടുള്ള കാര്യം ശരിയിട്ടു. ഗൂഗിൾ മാപ്സ് പ്രവർത്തിക്കുന്നത് GPS സഹായത്തോടെയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ ഗൂഗിൾ മാപ്സ്. എല്ലാ ഫോണുകളിലും ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഉണ്ടാകും. നമ്മൾ ദൂരസ്ഥലത്തേക്കോ നമുക്ക് വഴി അറിയാത്ത സ്ഥലത്തേക്കോ പോകുമ്പോൾ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? ഗൂഗിൾ മാപ്സ്. അപ്പോൾ അതിൽ നമുക്ക് വഴിയൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരും. അപ്പോൾ അത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്? GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഗൂഗിൾ മാപ്സ് പ്രവർത്തിക്കുന്നത്. നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണത്. ഓക്കെ, അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇവിടെ രണ്ടും ശരിയാണ്. 1, 2 എന്നിവ ശരിയാണ് എന്നുള്ള ഓപ്ഷൻ എ ആണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യം, ഭൂപടത്തിൽ സൂചിക എന്തിനാണ് ഉപയോഗിക്കുന്നത്? സൂചിക നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സൂചിക നമ്മൾ ഭൂപടം ക്ലാസ്സിൻ്റെ രേഖാചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ അതിൽ സൂചികയൊക്കെ വരച്ചിരുന്നു. അതിലാണ് ഓരോ കാര്യവും നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഓപ്ഷൻസ് വായിക്കാം. ഭൂപടം ഭംഗിയാക്കാനാണോ നമ്മൾ സൂചിക ഉപയോഗിച്ചത്? അല്ല, തെറ്റിടാം. ദിക്കറിയാൻ മാത്രം. ഈ സൂചിക ദിക്കറിയാൻ വേണ്ടി ഉപയോഗിച്ച കാര്യമായിരുന്നോ? അല്ല അല്ലേ? അപ്പോൾ അവിടെ നമുക്ക് തെറ്റിടാം. ഭൂപടത്തിലെ ചിഹ്നങ്ങളും നിറങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ക്ലാസ് റൂമിൻ്റെ രേഖാചിത്രം വരച്ചപ്പോൾ ബ്ലാക്ക് ബോർഡിനെ അടയാളപ്പെടുത്താൻ ഒരു രൂപം വരച്ചു. അതാണ് നമ്മൾ രേഖാചിത്രത്തിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ സൈഡിൽ നമ്മൾ സൂചികയിൽ ആ ഒരു രൂപം വരച്ചിട്ട് അതിൻ്റെ നേരെ ബ്ലാക്ക് ബോർഡ് എന്ന് എഴുതി. മേശയുടെ ഒരു രൂപം വരച്ചു. ആ രൂപമായിരിക്കും രേഖാചിത്രത്തിൽ ഉണ്ടാവുക. അത് കണ്ടിട്ട് ആൾക്കാർക്ക് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ സൂചികയിൽ ആ ഒരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ നേരെ മേശ എന്ന് എഴുതി വെച്ചു. അപ്പം അങ്ങനെ ഓരോ വസ്തുവിനെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ ഭൂപടം തന്നിരുന്നു. അതിനെ അടിസ്ഥാനമാക്കി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തതാണ്. അതിൽ ഓരോ ചിത്രവും ഓരോ രൂപവും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് സൂചികയിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഓർമ്മയില്ലേ? സ്കൂളിനെ സൂചിപ്പിക്കാൻ ഒരു സ്കൂളിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. പിന്നെയോ പുഴയെ സൂചിപ്പിക്കാനുണ്ടായിരുന്നു, വനങ്ങളെ സൂചിപ്പിക്കാനുണ്ടായിരുന്നു. അതിനൊക്കെ ചില പ്രത്യേക നിറങ്ങളുമുണ്ട്. അപ്പോൾ ആ കാര്യം കൂടി, ചിഹ്നങ്ങൾ മാത്രമല്ല നിറങ്ങൾക്കും പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിയുത്തരം അല്ലേ? ഇത് നമുക്ക് ശരിയിട്ടാം. ഭൂപടം വരച്ച ആളിൻ്റെ പേരറിയാൻ, അതാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഭൂപടത്തിലെ ചിഹ്നങ്ങളും നിറങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ് സൂചിക ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സി നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. 9ാമത്തെ ചോദ്യം, ഭൂപടങ്ങളിലെ നിറങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നിറങ്ങളെപ്പറ്റി നമ്മൾ തൊട്ട് മുൻപുള്ള ചോദ്യത്തിൽ പറഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ജലാശയങ്ങളെ സൂചിപ്പിക്കാൻ ഭൂപടത്തിൽ നീല നിറം ഉപയോഗിക്കുന്നു. നമ്മുടെ ജലാശയങ്ങൾ, കുളം, തടാകം, പുഴ, ഇത്തരത്തിലുള്ള ജലാശയങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ ഏത് നിറത്തിലുള്ള അടയാളങ്ങളാണ് ഉപയോഗിക്കുന്നത്? നീല നിറത്തിലുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, 2ാമത്തേത്, വനപ്രദേശത്തെ സൂചിപ്പിക്കാൻ പച്ച നിറമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാടിനെ, വനത്തിനെ സൂചിപ്പിക്കാൻ ഏത് നിറം ഉപയോഗിക്കുന്നു? പച്ച. അത് രണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന നിറങ്ങളല്ലേ? ജലാശയങ്ങളെ നീല നിറത്തിലും വനപ്രദേശത്തിനെ പച്ച നിറത്തിലും. ഓക്കെ, അതേപോലെ തന്നെ പർവ്വതങ്ങളെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തവിട്ട് നിറം,
ബ്രൗൺ കളറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് രണ്ടും ശരിയിട്ട് വെക്കാം. ഓപ്ഷൻസ് 1, 2 എന്നിവ ശരിയാണ്. ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ലിയയും കുടുംബവും കോട്ടയത്ത് നിന്ന് പാലക്കാട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അവർ ഏത് ദിശയിലാണ് യാത്ര ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണമെങ്കിൽ കേരളത്തിൻ്റെ ഭൂപടം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കോട്ടയം എവിടെ എങ്ങനെയാണ് വരുന്നത്? ഏകദേശം നമുക്ക് ഇവിടെ ഇങ്ങനെ വരച്ചു വെക്കാം. പാലക്കാടോ? പാലക്കാട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഏകദേശം അവിടെയാണെന്ന് ധാരണയുണ്ടാവും. അപ്പോൾ കോട്ടയത്ത് നിന്ന് പാലക്കാടേക്ക് ഈ ദിശയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങോട്ട് ഏത് ദിശയാണ്? നമ്മൾ ദിശകൾ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് ഏത് ദിക്കാണ്? വടക്കല്ലേ? വടക്ക് ദിക്കിലേക്കല്ലേ പോകേണ്ടത്? ശരിയാണ്, ഓപ്ഷൻ എ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല, കേരളത്തിൻ്റെ ഭൂപടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ജില്ലകളെ അടയാളപ്പെടുത്താനുണ്ടാവും. കടൽ തീരമുള്ള ജില്ലകളുണ്ട്, റെയിൽവേ പാതയുള്ള ജില്ലകളുണ്ട്, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളുണ്ട്, കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ പുഴകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കായലുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വേറെയുമുണ്ട്. അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്നുള്ളൊരു ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കൂടി നിങ്ങൾ കാണണം. ഓക്കെ, ഇനി നിങ്ങൾക്കായുള്ള ചോദ്യമാണ്. അനു കണ്ണൂർ നിന്ന് കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഏത് ദിശയിലാണ് യാത്ര ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് കമൻ്റായി രേഖപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങളിൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കമൻറ്റ് ചെയ്യണം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന വീഡിയോ ഈ വീഡിയോയുടെ അവസാനം ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് കാണാനും മറക്കരുത്. ഓക്കെ.